റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ച റബ്ബർ ബോർഡ്. പുതിയ സാങ്കേതികവിദ്യ കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കേരള പെയിന്റ്സ് ആണ് ഭദ്രം എന്ന പേരിൽ പുതിയ പരിസ്ഥിതി സൗഹൃദ പെയിന്റ് വിപണിയിലെത്തിക്കുന്നത്. എന്താണെങ്കിലും റബ്ബർ കർഷകരെ സംബന്ധിച്ച വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഈ പുത്തൻ സംരംഭം. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര നിമിഷത്തിന് ഇരട്ടി മധുരവും. എന്തെന്നാൽ ഒന്ന്, ഒരു പുതിയ പ്രോഡക്റ്റ്, അതും പരിസ്ഥിതി സൗഹൃദമായി വിപണിയിലേക്ക് ഇറക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷം. രണ്ട്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ റബ്ബർ പാലാണെന്ന് പറയുമ്പോൾ റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള അവരനുഭവിക്കുന്ന വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് ഒരു മോചനത്തിനൊരു അവസരം കൂടി ഒരുങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം. അങ്ങനെ ഒരു ഇരട്ടി മധുരത്തിന് വലിയ രൂപത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുക. ഇതിൻ്റെ മുമ്പുള്ള പെയിന്റിനെയൊക്കെ സംബന്ധിച്ച് അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ദയാൽ സാർ ഇവിടെ സൂചിപ്പിച്ചു. ഫാറ്റി ലിവർ സാധാരണഗതിയിൽ മനുഷ്യർക്ക് എല്ലാവരും ഉണ്ടാവും. ആ ഫാറ്റി ലിവർ സീറോസിസായി ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടം ഒരു രോഗിയുടെ ആസന്നമായ മരണത്തെയാണ് വിളിച്ചറിയിക്കുക. ഒന്നുകിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വലിയ രൂപത്തിൽ ഏറ്റെടുക്കേണ്ടി വരും. അതല്ലാതെ ആ ഫാറ്റി ലിവറിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് സീറോസിസിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ഘട്ടത്തിൽ മറികടക്കാൻ കഴിയില്ല. ഇത് റിസർച്ചിലൂടെ കണ്ടെത്തി ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇത് ഇത്തരത്തിലേക്ക് വരാൻ ഇടവരുന്ന പാർശ്വഫലങ്ങളിൽ ഒന്ന് ഈ പെയിന്റുകളിൽ ഉണ്ടാവുന്നതാണ് എന്ന് ഗവേഷണത്തിലൂടെ കണ്ടെത്താനും അത് മാനവരാശിയെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞാൽ നിശ്ചയമായും ഈ പ്രകൃതിദത്ത ഏറ്റവും സുന്ദരമായി മറ്റ് പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പെയിന്റ് എന്ന രൂപത്തിൽ കേരള പെയിന്റിനെ നമ്മൾ കൃത്യമായി വിപണിയിലേക്ക് എത്തിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചാൽ ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവും എനിക്കില്ല. അതിന് ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതിന് നൽകിയിരിക്കുന്ന പേരാകട്ടെ വളരെ മനോഹരമായിരിക്കുന്നു. ഭദ്രം, എല്ലാം ഭദ്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങും ഈ കേരള പെയിന്റിനെ കുറിച്ചുള്ള ഗുണമേന്മയുമെല്ലാം സമൂഹത്തിൽ നല്ല രൂപത്തിൽ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ വൻതോതിലുള്ള മാർക്കറ്റോടുകൂടി നമ്മുടെ ഈ പ്രോഡക്റ്റ് വിപണിയിൽ സ്ഥാനം പിടിക്കുമെന്ന കാര്യത്തിന് എനിക്കൊരു സംശയവുമില്ല. അതിനിടവരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സെറിമണി ഏറ്റവും ഭംഗിയായി സംഘടിപ്പിച്ചവരെയും സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മളുടെ നാച്ചുറൽ റബ്ബർ അതിനൊരു വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണിത്. എല്ലാ വീടുകളിലും അകത്തും പുറത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ റിസർച്ച് സെൻറ്റർ അതിനോട് വളരെയധികം സഹകരിച്ചു. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇന്ന് ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും അത് വാങ്ങി ഉപയോഗിച്ചാൽ അറിയാൻ പറ്റുമോ അതിൻ്റെ ഉപയോഗം എന്താണെന്ന്. കാരണം നമ്മൾ ഇന്ന് നിലവിലുള്ള പെയിൻറ്റുകളുടെ പോരായ്മ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ദൂഷ്യം മാറ്റി വെച്ചുകൊണ്ട് ആളുകളുടെ ആരോഗ്യം നിലനിർത്താൻ ഒരു മുറിക്കകത്ത് കിടന്നുറങ്ങിയാൽ ആ മുറിയിലുള്ള വായുവിനെ ശുദ്ധീകരിക്കാൻ ഉതകുന്ന ഒരു ലിവിങ് കാർബൺ ഉപയോഗിച്ച് ഒരു നാച്ചുറൽ പശയും ഉപയോഗിച്ചിട്ട് റബ്ബർ എന്ന പശയും കൂടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ലോകത്ത് ആദ്യത്തെ ഒരു പ്രൊഡക്റ്റായിരിക്കും ഇത്. ലോകമാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് വരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. എല്ലാവരും അത് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം എൻ്റെ സ്റ്റുഡൻസാണ് ഇവർ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന സകല സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രകൃതിക്ക് ഇണങ്ങിയ മനുഷ്യന് ദോഷം വരാത്ത ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെന്നാണ്. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഇവരിപ്പോൾ ഇറക്കി കഴിഞ്ഞു. അതിൽ ഒരു നമ്പർ 1 പ്രൊഡക്റ്റാണിത്. ഭാവിയിൽ ഈ പ്രൊഡക്റ്റ് തന്നെ പെരക്കകത്ത് കയറിയാൽ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരുന്ന രീതിയിൽ ആക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതും വളരെയധികം ഇതുണ്ടാക്കുന്നതാണ്. അതായത് വീടിനകത്ത് ഉറങ്ങുന്നവർ ഭദ്രമായി ഉറങ്ങണം. അതിനു വേണ്ടിയിട്ട് ഇതിൽ പേര് തന്നെ ഭദ്രം എന്ന് ആക്കിയിരിക്കുക. ഇതുപോലെ നമ്മളുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം നമ്മളുടെ ചെറുപ്പക്കാരുമായിട്ട് സഹകരിക്കാമെന്നെങ്കിൽ ലോകം കീഴടക്കുന്ന പ്രൊഡക്റ്റുകൾ കേരളത്തിൽ നിന്നിറങ്ങും. നമ്മുടെ പിള്ളേർ നാട് വിട്ടു പോകേണ്ട ഒരു ആവശ്യമില്ല. വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. അതെ, വളരെ ഒരു സന്തോഷകരമായ നിമിഷമാണ്.
ഞങ്ങൾ ശരിക്കും ആ റബ്ബർ പ്രോഡക്റ്റ് ഇൻക്യുബേഷൻ സെൻറ്റർ തുടങ്ങുന്ന കോവിഡ് കാലത്താണ്. അന്ന് ഒത്തിരി പേര് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം എവിടെ ജോലി കൊടുക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു അന്നത്തെ മന്ത്രിസഭയല്ല. ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഇവിടെ KN രാഘവൻ സാറായിരുന്നു ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അപ്പം അദ്ദേഹവുമാണ് ഇത് പറഞ്ഞത്, നമുക്ക് ഇവിടെ തന്നെ ഒരു റബ്ബർ പ്രോഡക്റ്റ് ഇൻക്യുബേഷൻ സെൻറ്റർ സ്ഥാപിക്കാം. ആ ഇതിനോടൊപ്പം തന്നെ ഒത്തിരി പ്രോഡക്റ്റ്സ് നമ്മൾ ഉണ്ടാക്കി. ഇതിനെല്ലാം മുമ്പ് തന്നെ റബ്ബർ ബോഡിയിൽ നിന്ന് ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ടെക്നിക്കൽ കൺസൾട്ടൻസി ഡിവിഷൻ തന്നെ. പക്ഷേ അത് ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് ആരും അതിന് അത്ര വലിയൊരു പോപ്പുലാരിറ്റി കൊടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഈ ISRO പോലത്തെ ഇതിനൊക്കെ ഉള്ള പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് പിന്നെ വജ്രക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കും, നോമിനൽ വിലയ്ക്കാണ് കൊടുക്കുക. പക്ഷെ അവരത് പിന്നെ അവരുടെ പ്രോഡക്റ്റായി. റബ്ബർ ബോർഡിൻ്റെ പേര് പിന്നെ പറയില്ല, ആദ്യം പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അങ്ങ് മറന്നു പോകും. അപ്പം അങ്ങനെ ഒരു ഇതിനി റബ്ബർ ബോർഡിൽ നിന്ന് ഉണ്ടാവരുതെന്ന് വിചാരിച്ചാണ് അവർ റബ്ബർ പ്രോഡക്റ്റ് ഇൻക്യുബേഷൻ സെൻറ്റർ സ്ഥാപിച്ചത്. 1.5 വർഷം നീണ്ടു നിന്ന ഒരു പരീക്ഷണത്തിനൊടുവിലാണ് ഈ ഒരു പെയിന്റ് കണ്ടെത്തിയിരിക്കുന്നത്. 1.5 വർഷം അതിൻ്റെ ഇടയിലെല്ലാം നമുക്ക് പല പല പെയിന്റുകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 68 ട്രയൽസോളം ഇവരെടുത്തു. എൻ്റെ മാത്രം എടുക്കല്ല, ഇവർ മാത്രമാണ് ഒത്തിരി ചെയ്തത്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോഡിഫിക്കേഷൻ വരും. എന്നുവെച്ചാൽ ഏറ്റവും ആദ്യം ഇവർ വരുമ്പോൾ അവർ പറയുന്നത് കുറച്ച് കടൽ കക്കയുടെ പൊടി കൊണ്ട് തന്നിട്ട് ഇത് വെച്ച് പെയിൻ്റ് ഉണ്ടാക്കണം, നാച്ചുറൽ ലാറ്റക്സ് വേണം, ഇത്രയൊക്കെ നമുക്കും അറിയുള്ളൂ. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കി ഞങ്ങൾ ആദ്യം അടിച്ചു നോക്കുന്ന നമ്മുടെ മതിലേലാണ്. ഞങ്ങൾക്ക് അറിയില്ല പെയിൻറ്റിൻ്റെ ടെസ്റ്റിങ്. പെയിൻറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി റബ്ബർ ബോർഡിലില്ല. എന്നിട്ട് ഇവർ പെയിൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വരും. അപ്പം നമ്മൾ മതിലേൽ അടിച്ച് നോക്കും, ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് ഗ്ലാസ് പെയിൻറ്റിൽ അടിച്ച് നോക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗ്ലാസ് പെയിൻറ്റ് അടിച്ചിട്ട് അവർ വെള്ളം മുക്കി തുടക്കുന്നുണ്ടെങ്കിൽ പോവും. പിന്നെ അങ്ങനെ നമ്മൾ ഫോമുലേഷൻ മാറ്റി ഇതിനകത്തെല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ അതിനകത്തൊന്നും VOC ഒട്ടും എമിറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്ത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട്. ബാക്കി സാധാരണ പെയിൻ്റ് എല്ലാം സോൾവെൻറ്റ് ബേസ്ഡ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു അത്രയും ചെയ്യാൻ പറ്റിയില്ല. ദൈവത്തിൽ വളരെ നന്ദി. ഇനി ഇവരുടെ എല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ അല്ല, ഒരു ടീമായിട്ടുള്ളൊരു എല്ലാവരുടെയും വളരെ കോപ്പറേഷൻ കിട്ടി. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറ്റിയത്.